രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ കാത്തിരുന്ന ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. 4 ആഴ്ചയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയതെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് 8 ആഴ്ചകൾക്ക് ശേഷമാണ് കേന്ദ്രം 1200 പേജുള്ള മറുപടി സത്യവാങ്മൂലം ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 1200 പേജുള്ള പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ സുപ്രീം കോടതിക്ക് നേരെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. അവർ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമം പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളും ഒപ്പുവെച്ച് അതുപോലെ തന്നെ പരിപൂർണ വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും സമ്മതിച്ച് അതിനുശേഷം രാഷ്ട്രപതി ഒപ്പ് രേഖപ്പെടുത്തി പാസാക്കിയ ഈ നിയമം ഒരു കാരണവശാലും സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് ഈ 1200 പേജുള്ള കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ ഇനി മുന്നിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായി സുപ്രീം കോടതി പഠിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടിൽ പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായ തെളിവുകളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ ഭരണഘടനാ വിരുദ്ധമുണ്ടെങ്കിൽ, ജനാധിപത്യത്തിന് എതിരാണ് എന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നുണ്ട് എങ്കിൽ സുപ്രീം കോടതിക്ക് പറയാൻ സാധിക്കും, ഈ റിപ്പോർട്ട് ശരിയല്ല, ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായി മുന്നോട്ട് വരും. അപ്പോൾ ഇതായിരിക്കും ഈ നിയമത്തിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അതല്ല വിഷയം. ഇവിടെ പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമത്തെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് ഈ 1200 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം. പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി, പാർലമെന്റ് എന്ന് പറയുന്നത് അവിടെ ആർക്കാണോ ഭൂരിപക്ഷമുള്ളത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ബില്ലുകൾ പാസ്സാകും. രാജ്യസഭയിൽ ആർക്കാണ് ഭൂരിപക്ഷമുള്ളത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ബില്ല് പാസ്സാകും. അതേപോലെ രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചു കൊടുക്കും. പക്ഷേ അവിടെ ഒരു ഭൂരിപക്ഷത്തിന്റെ തീരുമാനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനപ്പുറം ഒരു ചർച്ചയോ കാര്യങ്ങളോ അവിടെ നടക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ എന്താണ് പറയുന്നുള്ളത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ എന്താണ് പറയുന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ എന്താണ് പറയുന്നുള്ളത്, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് നിലവിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുള്ളത്. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള പരിപൂർണ അവകാശം ഭരണഘടനാ കോടതിയായിട്ടുള്ള സുപ്രീം കോടതിക്കുണ്ട്. ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തി ഭരണഘടനയ്ക്ക് അനുവാദമായിട്ടുള്ള വിധി പറയാനും കേസ് നടത്താനും വേണ്ടിയിട്ടാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ജോലി. അതിനാൽ തന്നെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് അടങ്ങുന്ന ആളുകൾ പറഞ്ഞതുപോലെ, രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതുപോലെ, ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളത് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പക്ഷേ നിലവിൽ കേന്ദ്രം സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്താണ് പറയുന്നുള്ളത്, പാർലമെന്റിൽ പാസാക്കിയ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ്. അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അതൊരു ഭീഷണിയുടെ സ്വരമല്ലേ? അതൊരു ഭയപ്പെടുത്തലിന്റെ സ്വരമല്ലേ? ചീഫ് ജസ്റ്റിസ് ഗഗോയിയെ ബാബരി മസ്ജിദ് കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതുപോലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബോബ്ഡെയെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു തന്ത്രപ്രധാനമായ നീക്കമല്ലേ ഈ റിപ്പോർട്ടിലെ ഈ ഒരു ചോദ്യം, ഈ ഒരു പരാമർശം? അതാണ് ഇവിടെ എല്ലാവരും ഭയന്നു നോക്കുന്നുള്ളത്.
മാത്രവുമല്ല, ഈ 1200 പേജുള്ള റിപ്പോർട്ടിൽ ഇവർ തന്നെ പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമം ശരിയല്ല എന്ന്. അതെങ്ങനെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തുണ്ട് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ഭരണഘടന അനുച്ഛേദം 14, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അങ്ങനെ ഭരണഘടനയുടെ ഒരു അനുച്ഛേദം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവർ അതേ റിപ്പോർട്ടിൽ പറയുന്നു ചില സമയങ്ങളിൽ ആർട്ടിക്കിൾ 14 വിപരീതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. അതെന്താണ് ചില സമയം? അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തോന്നിയത്? സുപ്രീം കോടതിക്ക് പാർലമെന്റിൽ പാസാക്കിയ നിയമം ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് ഇവർ പറയുകയല്ല, ഇവരുടെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ രാജ്യത്തെ പൊതുജനങ്ങളോട് തുറന്നു പറയുന്നുണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന്. അതായത് അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ട്. അതിനാൽ തന്നെ ഇതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. ആ ഭീഷണിയുടെ സ്വരത്തിന് മുന്നിൽ പുതിയ ചീഫ് ജസ്റ്റിസ് മുട്ടുമടക്കി കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും, യാതൊരു സംശയവും വേണ്ട. കാരണം അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയത് കൊണ്ട്, എത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ എത്തിയത് കൊണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.